ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പൊ എങ്ങനെയാ, മഴയാണോ ചൂടാണോ? വിശേഷങ്ങളൊക്കെ പറഞ്ഞു വിടണം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം, നല്ല തണുപ്പാണ്. വിന്റർ സീസൺ ആണ്, ജനുവരി മാസമാണല്ലോ, അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി വന്നു. ഞങ്ങൾക്കിവിടെ നല്ല സൂപ്പർ തണുപ്പാണ്. ഇപ്പം തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട്. ഇന്നൊക്കെ നല്ല മഞ്ഞുമായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ അഞ്ചൂനൊന്നും ക്ലാസ് ഇല്ല കേട്ടോ. ഇപ്പോൾ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, നഴ്സറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 8ാം തീയതി വരെ, ജനുവരി 8ാം തീയതി വരെ ക്ലാസ് ഒന്നും ഇല്ല. സ്കൂൾ അടച്ചിട്ടിരിക്കുന്ന തണുപ്പ് കാരണം 9th-നും 11th-നും മാത്രമേ ഇപ്പോൾ ക്ലാസ് നടക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ പക്ഷേ ഇന്ന് സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ സ്കൂളിൽ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു, വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇതായപ്പോൾ നമ്മൾ ചായയുടെ ടൈമിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. ചായ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ പാലും വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി പഞ്ചസാരയൊക്കെ ഇടണം, ചായ ഉണ്ടാക്കണം. അപ്പം ഞാനോട് തന്ന അതിനോടൊപ്പം തന്നെ ചെറിയൊരു വീഡിയോ ആവാന്ന്. അപ്പം അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. പിന്നെ ഇന്നതാ നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. നമ്മൾ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് ഉണ്ടല്ലോ, വാഗ് ബക്രി. ആ വാഗ് ബക്രി ചായ കൊണ്ടാണ്, ചായപ്പൊടി കൊണ്ടാണ് നമ്മളിന്ന് ചായ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയുള്ളൂ. എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്യണം. ഞാനത് ബോട്ടിലേക്കൊന്നും ആക്കി വെച്ചിട്ടില്ല, ഇന്നിപ്പോൾ എടുത്തതേ ഉള്ളൂ. ഇന്നൊന്ന് ഇത് കട്ട് ചെയ്യുന്നത്, ഉദ്ഘാടനം ഇന്നാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവരുണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റി ചായ ആയിരുന്നു കേട്ടോ. നമ്മളുണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പഞ്ചസാര പ്രിയക്കാരാണ്. മധുരം ഭയങ്കര ഇഷ്ടമാണ്. മധുരമുള്ള ചായ ആണെങ്കിൽ അവർക്ക് ചായ വേണ്ട. മധുരം കുറച്ചൊക്കെയുള്ള ചായ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇഞ്ചി, ഏലക്കായ അതൊന്നും ഇടേണ്ട. അതെല്ലാം നമ്മുടെ ചായപ്പൊടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇതിന് 7 സ്പൈസസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ. അപ്പോൾ അതായത് ഇതിൻ്റെ ചായപ്പൊടി ഇതങ്ങനെ നല്ല തരിയായിട്ടുള്ള ചായപ്പൊടി കേട്ടോ. ഉണ്ടോ, നല്ല തരിയായിട്ട് കാണാം. ഇത്തിരി വലുപ്പത്തിലുള്ള തരികളാണ് അതങ്ങനെ. അതായത് ഞാൻ ഇട്ട് നോക്കട്ടെ. ഇവിടെ ഇന്നത്തെ ചായക്കുള്ള കടി എന്ന് പറയുന്നത് നല്ല അടിപൊളി റവ കേക്ക് കേട്ടത്. റവ കൊണ്ട്, സൂചി കൊണ്ട് ഉണ്ടാക്കിക്കുന്ന നല്ല സൂപ്പർ. ഇന്നലെ ഉണ്ടാക്കിയത് ഞാൻ. ഇപ്പോൾ വീഡിയോ എടുത്തില്ല. ഇനി ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും റവ കേക്കിന്റെ. അപ്പോൾ റവ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് നമ്മൾ കുറച്ച് റവയും അതുപോലെ തന്നെ കുറച്ച് മൈദയൊക്കെ ചേർക്കുന്നുണ്ട്. രണ്ടും പക്ഷേ നല്ല ടേസ്റ്റി അടിപൊളി കേക്കാണ്. നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് വീട്ടിൽ പരീക്ഷിക്കാൻ. നമുക്ക് ഓവൻ വേണമെന്നൊന്നുമില്ല. ഗ്യാസ് സ്റ്റോമിൽ തന്നെ എന്തെങ്കിലും വെസലൊന്നൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ കേക്കിന്റെ ആ ഒരു പാൻ ഇറക്കി വെച്ച് നമുക്കൊന്ന് ഓവനേക്കാളും ഒരു 10-15 മിനിറ്റ് കൂടുതൽ ടൈം ഇതിന് വെക്കണമെന്നുള്ളൂ. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയത് ഓവനിലാട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ അതിന് കുറച്ച് ഇന്നത്തേക്ക് മാറ്റി വെച്ചായിരുന്നു. കുറച്ച് ഞങ്ങൾ മുറിച്ച് രാവിലെ കഴിച്ചു, ബാക്കി മാറ്റി വെച്ചത് ഞാൻ അവിടുത്തെ ചായക്ക് എടുക്കാറുണ്ട്. അപ്പം ഇതാണ് ഞങ്ങൾക്കുള്ള ഇന്നത്തെ ഈവനിങ് ചായക്കുള്ള പലഹാരം. അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേഗത്തിൽ ചായ കുടിക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ചായ റെഡി. ചായ വാഗ് ബക്രി ചായ. വാഗ് ബക്രി ചായ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. കുടിച്ച് നോക്കിയാൽ ചേട്ടാ. അഞ്ചു നല്ല സൂപ്പർ ഉറക്കാം. അതുകൊണ്ട് അഞ്ചുവിൻ്റെ ചായ ഞാൻ കിച്ചണിൽ തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ ചായ, ഇത് ആൽവിനുള്ള ചായ. ഓക്കെ, ഇന്ന് ചായക്കുള്ള പലഹാരം എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി റവ കേക്ക്. പിന്നെ ഒരൈറ്റം കൂടി ഉണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാം. ഇതാണ് കാണണോ, ഞങ്ങൾ തണുപ്പത്തൊക്കെ കഴിക്കുന്ന അടിപൊളി ഐറ്റം. ഇത് അതിൻ്റെ കൂടെ ഒരു പാക്ക് ചെയ്ത് തരുന്ന ഉപ്പാണ്. പിന്നെ നമ്മുടെ മുൻഫല്ലി, കപ്പലണ്ടി. നിങ്ങൾ കടല, ഞങ്ങൾ കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന ഐറ്റം. ഇതാ ചായ കുഴപ്പമില്ല. ഇങ്ങനെയുണ്ട് ചായ. വേണോ? തണുപ്പത്ത് കുടിക്കാൻ പറ്റിയ എല്ലാ സാധനവും ഉണ്ട്. 7 സ്പൈസസ് ഉണ്ട്. ഇഞ്ചിയുടെ ചുവ വരുന്നുണ്ട്, ഇഞ്ചി, ഏലക്കായ, പിന്നെ കരയാമ്പൂ, കറുവപ്പട്ട, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയില്ല മുഴുവൻ. അതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളൊരു ചായയാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അടിപൊളി. കുടിക്കാൻ തോന്നുന്നുണ്ട്. ആണോ?
ഇതാ. അപ്പോൾ ഇത് ഞങ്ങളിനി ഈ തണുപ്പത്ത് ഞങ്ങളുടെ പരിപാടി ചായ കുടിക്കാൻ വന്നിരിക്കുമ്പോൾ ഇതിനിങ്ങനെ പൊട്ടിച്ച് ഓരോന്നോരോന്നോരോന്നായിട്ടെടുത്ത് ഇതിൻ്റെ ഉപ്പും കൂടെ കൂട്ടി കഴിക്കും. ഇതിൻ്റെ കൂടെ അവരിങ്ങനെ തണുപ്പത്തൂടെ ഉപ്പ് പാക്ക് ചെയ്ത് തരും. ഉപ്പ് തുറക്കട്ടെ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഉപ്പ് വെച്ചിട്ടുണ്ട്. ഒരു ഉപ്പിൻ്റെ പാക്കറ്റ് പറഞ്ഞേ രണ്ടെണ്ണമുണ്ട്. ഒരു പാക്കറ്റ് ഞാൻ ഇവിടെ വെക്കാൻ പോകും. നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്പിലൊന്ന് തോണ്ടി തിന്നും. സാധാരണ കപ്പലണ്ടി കടലയൊക്കെ തിന്നുമ്പോൾ ഗ്യാസിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടാവില്ലേ? ഒരു വേറൊരു കളറാണല്ലോ, തനി വെള്ളയല്ല ഇത്. അല്ലല്ല, മറ്റേ കാലാനമക്ക്. അപ്പൊ അവര് പറയുന്നത് ഇത് ഈ ഉപ്പ് കൂട്ടി നമ്മളിങ്ങനെ കപ്പലണ്ടി കടല കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് പറയണേ. ശരിയായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇന്നലെയും കഴിച്ചായിരുന്നു, അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ഉപ്പ് കൂട്ടി കഴിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പിലൊന്ന് കൈ ടച്ച് ചെയ്യുന്നത് നല്ലതാണ്. കേക്ക് അടിപൊളി കേട്ടോ. കേക്ക് രാവിലത്തെ ടേസ്റ്റ് അറിയാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കപ്പൊക്കെ കഴുകി വെച്ച് ഒന്ന് ഫ്രീ ആയി. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് കാര്യങ്ങളിലേക്ക് ഒന്ന് ജസ്റ്റ് കടന്നിരിക്കുക. അപ്പോൾ ഒരു കുറച്ച് ഇറച്ചി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ആട്ടോ, നമ്മുടെ ചിക്കൻ കുറച്ച് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചായിരുന്നു കേട്ടോ. ഒരു 1-2 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒരുവിധം നല്ലപോലെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇതുമായിട്ട് നമുക്കൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ. ഞങ്ങൾക്കിവിടെ നല്ല തണുപ്പെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ തണുപ്പത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ചോറ് തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കാലത്ത് നമുക്കൊന്നും കൂടെ തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിക്കാണെങ്കിൽ ഒന്നും കൂടെ ബോഡി ചൂടാകാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിക്ക് ഇനി കുഴച്ചിട്ടൊക്കെ വേണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സവോള 2-3 ക്ലീൻ ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ചിക്കൻ റെഡിയാക്കണം. അഞ്ചുമോള് പള്ളിയിൽ കുർബാനയ്ക്ക് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ 5 വരുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. 5മോള് ഡോറുമ്പ് തട്ടുന്നുണ്ട്. പോരെ 5, പോരെ. അതാ വരുന്നു. ഇന്ന് അവർക്ക് കുർബാന വൈകുന്നേരമായിരുന്നു കേട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കായിരുന്നു? 6:30. ഇന്ന് 6:30 കുർബാനയൊക്കെ കഴിഞ്ഞ് രാവിലെയാണ് സാധാരണ ആവാറ്. ഇന്ന് ഫസ്റ്റ് ഫ്രൈഡേ ആയതുകൊണ്ട് ഈവനിങ്ങിലായിരുന്നു കുർബാന. അപ്പോൾ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് 5 വന്നേക്കുന്നതാണ്. 5 ഇങ്ങനെ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യണം കേട്ടോ. കാരണം 5 ഇപ്പോൾ 8-ാം തീയതി വരെ ഓൾറെഡി അവധി പറഞ്ഞേക്കുന്നത് നമ്മുടെ DM. അപ്പോൾ 5 എൻജോയ് ചെയ്യുന്നു. ആൽവിൻ ലാപ്ടോപ്പും മൊബൈലൊക്കെ ആയിട്ട് അങ്ങനെ ആൽവിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഞാൻ ഇനി കിച്ചണിലേക്ക് കിടക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇനി ലേറ്റ് ആവും. ഞങ്ങൾക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ വേഗം ഞാൻ കുക്ക് ചെയ്യട്ടെ. അപ്പോൾ സബോളയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ വഴറ്റാനായിട്ട് എടുക്കുന്നില്ല. വഴറ്റാനായിട്ടൊരു കുറച്ച് മാത്രം നീക്കി വെച്ചിട്ട് ഇത് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്കിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നമുക്ക് ഗ്രേവിക്ക് നല്ലത്. ഞാനൊന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നല്ല വയ്ക്കുന്നത്. അപ്പോൾ സബോളയൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടെ ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിനെ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ വർക്കൊന്ന് കുറയ്ക്കാനായിട്ട് ഇഞ്ചിനെ ഒന്ന് ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ. ഇത്രയും നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ സബോളയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഈ തക്കാളി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 തക്കാളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കറിക്കായിട്ട് 2 തക്കാളി. ഇതൊക്കെ എളുപ്പപ്പണികളാണ് കേട്ടോ. തേങ്ങാപ്പാൽ പിഴിയാതെ എന്നാൽ അല്പം ഗ്രേവിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തക്കാളി നമുക്കിപ്പോൾ ജാറിൽ അടിച്ചെടുക്കണം. ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമുക്ക് ചിക്കൻ ഉണ്ടാക്കേണ്ട പാനൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം പാൻ എടുത്ത് വയ്ക്കാം. പാനൊക്കെ ഒന്ന് ചൂടാവട്ടെ. തക്കാളി ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ഒന്ന് ആദ്യം ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ സെയിം ജാറിൽ തക്കാളി അടിച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഇവിടെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സവോളയൊക്കെ ഇട്ടാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന സവോള പേസ്റ്റ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സെയിം ജാറിലേക്ക് തക്കാളിയും കൂടി ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ അരച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇന്ന് വൈകുന്നേരത്തിന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ നമ്മൾ സവോള ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ എന്താ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവിനുള്ള മുളക് പൊടി. പിന്നെ നമ്മുടെ ചിക്കൻ മസാല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി. ഞാനിവിടെ ഒരു ശകലം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചത് അതൊരു ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി അത് ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റ് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല അതും കൂടെ ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല കേട്ടോ, അതൊരു ശകലം ചേർത്തിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ ആ പൊടികളൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ തക്കാളി പേസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി പേസ്റ്റിലേക്കും അതുപോലെ സവോള ഈ പേസ്റ്റിലേക്കും ഒക്കെ നമുക്കൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചിക്കൻ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നല്ലപോലെ പുരട്ടി വെച്ചിരുന്നതാണ് കേട്ടോ ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ പേസ്റ്റിനും കൂടെ വേണ്ട ഒരു കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ള പേസ്റ്റൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്, നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ പീസൊക്കെ വെച്ച് കൊടുക്കണം. ഓൾറെഡി ഇതാ ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കൊടുക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഓൾറെഡി 2-3 പ്രാവശ്യം കഴുകി വെച്ചിരുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇതാ ചിക്കൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ ഞാൻ ഇനി നമ്മുടെ ചിക്കന് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് മസാലയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനത് ഒട്ടും തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ ആയിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ ആയിട്ട് പിന്നെ ഒട്ടും ഗ്രേവിയിലേക്ക് ഏറ്റവും അവസാനം ഇത്തിരി വെള്ളം നമുക്ക് ചൂടാക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ഗ്രേവി ആയി കിട്ടും. അപ്പോൾ ഞാൻ അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ആദ്യം മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലാസ്കിൽ നമ്മൾ ചൂടുവെള്ളം അങ്ങനെ തണുപ്പാലത്ത് ഇങ്ങനെ റെഡിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഇത് ഇത്തിരി ഓവർ ചൂടപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ വെള്ളമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ചപ്പാത്തി കുഴയ്ക്കുന്ന ജോലി ഞാൻ ചേട്ടന് കൈമാറാണ്. കാരണം എനിക്കിങ്ങനെ വലത്ത് കൈക്ക് വേദനയുള്ളതാണ്. അധികം നേരം ഇളക്കുക കുഴയ്ക്കുക അങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വലത്ത് കൈക്ക് നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി കുഴച്ച് ചേട്ടനാണ് എനിക്ക് തരാറ്. ഞാൻ കുക്ക് ചെയ്യും. അതുപോലെ ചേട്ടന് കുഴച്ചൊക്കെ തന്നിട്ട് സമയം ഉണ്ടെങ്കിൽ എനിക്ക് പരത്തിയൊക്കെ തരും. അപ്പോൾ ഇനി ചേട്ടൻ കുഴയ്ക്കും ഇല്ലേ? കുഴച്ചോളൂല്ലേ? റെഡി റെഡി. ഓക്കെ. അപ്പോൾ ആ ചേട്ടൻ്റെ ജോലി ആരംഭിച്ചിട്ടുണ്ട്. ചേട്ടനാണ് ഇന്ന് കുഴച്ച് തരുന്നത് ചപ്പാത്തിക്ക്. ആരോഗ്യമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് ശരിയായിരിക്കും. എനിക്ക് കൈവേദന. പിന്നെ അഞ്ചു ആൽവിനൊക്കെ അവിടെ വളരെ ബിസിയാണ്. അവർ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുന്നു. അല്ലെങ്കിൽ അവർ ചപ്പാത്തിക്കൊന്നും കുഴച്ച് തരാറില്ല കേട്ടോ. വേറെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇനി ചപ്പാത്തിക്ക് കുഴച്ച് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കാൻ. അപ്പോൾ ചപ്പാത്തി നല്ല സൂപ്പർ ചിക്കൻ കറി ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ ചപ്പാത്തിക്ക് കുഴച്ച് കഴിഞ്ഞു. നമ്മുടെ ചപ്പാത്തിക്കുള്ളതൊക്കെ നല്ല അടിപൊളി സോഫ്റ്റായി കുഴച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ ചപ്പാത്തി ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ചിക്കൻ ഇങ്ങനെ ഇവിടെ കിടന്ന് കായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോണു ഞാൻ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ട്, അപ്പോൾ നമുക്കിനി ഈ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് കറീനെ അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് എനിക്കിവിടെ ചപ്പാത്തി ഉണ്ടാക്കണം. ഇനി ഇവിടെ നമ്മുടെ ഈ ഫ്ലെയിമിലേക്ക് ഞാൻ എന്താ ചപ്പാത്തി ഉണ്ടാക്കാനുള്ളത് 2 തവ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് നമ്മുടെ ഒരു തവയും അതുപോലെ തന്നെ ഇവിടേക്ക് അടുത്ത തവയും വയ്ക്കണം. പക്ഷേങ്കിൽ ലോ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളിതാ ചപ്പാത്തിക്കുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ കാസറോളും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ ഈ ചട്ടകം വെച്ചിട്ട് ഉണ്ടാക്കണം. എനിക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതൽ സൗകര്യം ഇഷ്ടമൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ റെഡിയാണ്. നമുക്ക് ചിക്കൻ ഇളക്കാനൊക്കെയുള്ള നമ്മുടെ സ്പാച്ചുല നമുക്ക് നീക്കി വയ്ക്കാം. പിന്നെ ഇവിടെ നിന്നുള്ള ചേട്ടൻ എന്താ ചപ്പാത്തി എനിക്ക് പരത്തി തരാൻ പോണേ. അപ്പോൾ ഇവിടെ ഇതാ ഓൾറെഡി ചേട്ടൻ ഇങ്ങനെ ചപ്പാത്തിക്ക് ബോൾസൊക്കെ ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബോൾസുകൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്താൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, വേഗത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബോൾസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ചെറുതായിട്ട് നമ്മളൊന്ന് പൊടിയിലൊന്നും ഇങ്ങനെ മുക്കിയതാ ഈ രീതിയിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് ആവശ്യത്തിന് ഇത്രയും മതി. ഇത്രയും നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ കുറവാണെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഉണ്ടാക്കിയാൽ മതി. ഞങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ മതിയാവായിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? പോട്ടെ. അപ്പോൾ അങ്ങനെ ചേട്ടനിവിടെ ചപ്പാത്തി പരത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തവയൊക്കെ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ എന്താ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചപ്പാത്തി രാവിലെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് പോകുന്നത്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എനിക്ക് പരത്തി തരും, കുഴച്ചരും, പരത്തി തരും. അപ്പോൾ ഞാൻ എന്താ ഫാസ്റ്റായിട്ട് ഇവിടെ ഉണ്ടാക്കും തവ ചൂടാവുന്നതിനനുസരിച്ച്. നമ്മുടെ ഫ്രണ്ട്സിൽ ഇതിനിടയ്ക്ക് എന്നോ ഒരു ദിവസം കമൻറ്റിൽ ആരും ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടനും അഞ്ചുമോളൊന്നും ഒട്ടും ഹെൽപ്പ് ചെയ്യില്ലേ ചെയ്യും. സത്യത്തിൽ ചേട്ടനാണ് എന്നെ മുഴുവൻ ഹെൽപ്പും ചെയ്തു തരുന്നത്. അഞ്ചു ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ. അടിച്ചു വാരി തരും, പാത്രങ്ങളൊക്കെ കഴുകി തരും. അങ്ങനത്തെയൊക്കെ പണികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. പിന്നെ ചേട്ടൻ ഏത് സമയത്തും വീട്ടിലുള്ളപ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ എല്ലാം കൂടെ സ്കൂളിലെ വർക്കും വീട്ടിലെ വർക്കും എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചേട്ടൻ ചെയ്തു തരുന്നുണ്ട്. അപ്പം ചേട്ടനോട് ക്രെഡിറ്റായി ചേട്ടൻ പറയണത് ഇപ്പോൾ ഇവിടെ മുട്ടിയിരുന്നു. എന്തായാലും അത്ര വേണ്ടല്ലേ? ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ ചേട്ടൻ, നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്ത് തരും. ചപ്പാത്തിയുടെ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി, വളരെ സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വേഗത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാം. എല്ലാവരും വിശന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറീനെ ഒന്ന് സെറ്റപ്പ് ആക്കണം. നമുക്ക് കറി ഇതാ ആവാറായിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. കറീനെ ഞാൻ ആദ്യം ഫ്ലെയിം ആക്കി ഇങ്ങോട്ടേക്ക് നീക്കി വെക്കണം. ഇതാണ് നമ്മുടെ വലിയ ഫ്ലെയിം. ഇതാ നമ്മുടെ കറി നോക്കി നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. ഉണ്ടോ? ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഗ്രേവിക്കായിട്ട്, ഇപ്പോൾ ഇതിനകത്ത് ഗ്രേവി കുറവാണ്, അപ്പോൾ ഗ്രേവിക്കായിട്ടൊരു ശകല വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ച് നല്ല ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കണം. ഗ്രേവിയൊന്നും അധികം വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അഞ്ചു പറഞ്ഞു മമ്മി ചപ്പാത്തിയുടെ കൂടെ കുറച്ചും കൂടെ ഗ്രേവി ആക്ക്.
എന്നാലും ചപ്പാത്തിക്ക് ഇങ്ങനെ ഒരു ഗ്രേവി ഉണ്ടാവുള്ളൂ നമുക്ക് കഴിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തൊന്നിട്ട് ചേർത്ത് കൊടുക്കാമെന്ന്, അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഗ്രേവി ഇതാ ആവശ്യത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇത്രയും ഗ്രേവി മതി. നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അടച്ചു വയ്ക്കുകയാണ്. ഒത്തിരി സമയം നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ചപ്പാത്തിയും ചിക്കൻ കറിയും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരുപാട് ജോലികളുടെ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ ബാക്കിയാണ്. കിച്ചണിലെ കുക്കിംഗ് പ്രിപ്പറേഷൻ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ ഇനി ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാം. എങ്കിലും ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും എന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേണ്ടി നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.